രൂപമതി അതിസുന്ദരിയായ ഒരു രജപുത്ര യുവതിയായിരുന്നു. അവളുടെ അച്ഛൻ്റെ പേര് താൻസിംഗ് എന്നായിരുന്നു. അദ്ദേഹം ഒരു താക്കൂറായിരുന്നു ധർമ്മപുരി എന്ന സ്ഥലത്ത്. രൂപമതി അവളുടെ പേര് പോലെ തന്നെ അതിസുന്ദരിയായിരുന്നു. മാത്രമല്ല അവൾ അതിമനോഹരമായിട്ട് പാട്ടുകൾ പാടുമായിരുന്നു. മറ്റുള്ളവർ പാടുന്ന പാട്ടുകൾ മാത്രമല്ല രൂപമതി പാടിയിരുന്നത്, സ്വയം പാട്ടുകൾ നിർമ്മിച്ച് പാടുന്നതിൽ രൂപമതി വളരെ വിദഗ്ധയായിരുന്നു. അവർ നർമ്മദ നദിയുടെ രേവ നദിയുടെ കരയിലായിരുന്നു താമസിച്ചിരുന്നത്. രേവ നദിയും രൂപമതിയും തമ്മിൽ വളരെ അഭേദ്യമായൊരു ബന്ധമുണ്ടായിരുന്നു. നദിയോട് അവൾക്ക് വളരെയധികം സ്നേഹമുണ്ടായിരുന്നു. എല്ലാ ദിവസവും നദിക്കരയിൽ പോയിരിക്കുകയും നദിക്ക് പാട്ട് പാടിക്കൊടുക്കുകയും അവൾക്ക് വളരെ പ്രിയമുള്ളതായിരുന്നു. ഒരിക്കൽ അവരുടെ നാട്ടിൽ വസന്തോത്സവം ഉണ്ടായി. ഈ വസന്തോത്സവത്തിൽ രൂപമതിയും രൂപമതിയുടെ കൂട്ടുകാരും കൂടെ നദീതീരത്തുള്ള ഒരു ചെറിയ വനത്തിൽ കളിക്കാൻ പോയി. കാട്ടിൽ ഒരുപാട് പൂക്കളുണ്ടായിരുന്നു, പഴങ്ങളുണ്ടായിരുന്നു. പൂക്കൾ പറിച്ച് തലയിൽ ചൂടിയും പഴങ്ങൾ പറിച്ച് കഴിച്ചും അവർ വനത്തിൽ കുറേ നേരം ചുറ്റി നടന്നു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ തടാകത്തിൽ ഇറങ്ങി കുളിച്ചു. കുളിയെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും കരയിൽ കയറി കുറേ പൂക്കളൊക്കെ പറിച്ച് തലയിൽ ചൂടി രൂപമതിയും കൂട്ടുകാരും അവിടെ കുറേ നേരം കൂടി ചുറ്റി നടന്നു. രൂപമതിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ പേര് ചമ്പ എന്നായിരുന്നു. ചമ്പ രൂപമതിയോട് പറഞ്ഞു, വസന്തത്തിലെ പൂക്കൾ ചൂടി നീ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ രൂപമതി, നീയും അതിമനോഹരമായൊരു പൂവാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. രൂപമതി ചമ്പയെ കളിയാക്കി ചിരിച്ചു. അതിനുശേഷം അവരെല്ലാവരും കൂടി ഒരു മരച്ചുവട്ടിൽ പോയിരുന്നു. വസന്തത്തിനെപ്പറ്റി താൻ അപ്പോൾ സൃഷ്ടിച്ച ഒരു പാട്ട് രൂപമതി പാടാൻ തുടങ്ങി. രൂപമതി പാട്ട് പാടുമ്പോൾ ബീൻ എന്നു പേരായ ഒരു ചെറിയ സംഗീതോപകരണം കൂടി വായിച്ചിരുന്നു. മലയാളത്തിൽ നമ്മൾ മകുടി എന്ന് പറയുന്നത് പോലത്തെ ഒരു ചെറിയ സംഗീതോപകരണമാണ് ഈ ബീൻ. അത് വായിച്ചും കൊണ്ടാണ് സാധാരണ രൂപമതി പാടാറുണ്ടായിരുന്നത്. അപ്പോൾ അന്നും രൂപമതി ഈ ബീൻ വായിച്ചുകൊണ്ടാണ് പാടിയത്. അവളുടെ പാട്ട് കേട്ട് കൂട്ടുകാർ ഇമേനക്കാതെ അത് കേട്ടിരുന്നു. അപ്പോൾ ഈ സമയത്ത് കാടിൻ്റെ മറ്റൊരു വശത്ത് മറ്റൊരു കാര്യം നടക്കുന്നുണ്ടായിരുന്നു. മണ്ഡുവിലെ സുൽത്താനായിരുന്ന ബസ് ബഹാദൂർ ആ സമയത്ത് തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം ആ വഴി വന്നു. ബസ് ബഹാദൂർ 16-ാം നൂറ്റാണ്ടിൽ മാൾവയിൽ, അതായത് ഇന്നത്തെ മധ്യപ്രദേശിലെ ഒരു ഭരണാധികാരിയായിരുന്നു. ബസ് ബഹാദൂറിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം കവിതയും സംഗീതവും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. എന്തായാലും ബസ് ബഹാദൂർ അന്ന് തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം ഒരു നേരം പോക്കിന് വേട്ടയാടാൻ ഇറങ്ങിയതായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ സംഗീതത്തിലും സാഹിത്യത്തിലും ഒക്കെ താല്പര്യമുണ്ടായിരുന്ന ഈ ബസ് ബഹാദൂറിന് വേട്ടയാടാൻ വലിയ കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും അദ്ദേഹം ഒരു മാനിനെ പിന്തുടർന്നായിരുന്നു ഈ ഉൾക്കാട്ടിലേക്ക് വന്നത്. കുറേ നേരം ഈ മാനിൻ്റെ പിന്നാലെ പോയിട്ടും അതിനെ കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹം തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോട് അവർ കൂട്ടം തിരിഞ്ഞ് ഓരോരുത്തരായിട്ട് പല വശങ്ങളിൽ നിന്ന് ഈ മാനിനെ ആക്രമിക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂട്ടം തെറ്റി ബസ് ബഹാദൂറും അദ്ദേഹത്തിൻ്റെ 1-2 സുഹൃത്തുക്കളും മാത്രം ഒരു പ്രത്യേക വഴിയിലൂടെ മാനിനെ അന്വേഷിച്ചു പോയി. ബാക്കിയുള്ളവർ മറ്റു വഴികളിലൂടെ പോയി. അങ്ങനെ ബസ് ബഹാദൂർ കുറേ ദൂരം ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ വീണ്ടും ഈ മാനിനെ കണ്ടുമുട്ടി. അദ്ദേഹം അങ്ങനെ വീണ്ടും ഈ മാനിനെ പിന്തുടർന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ മാനിനെ വീണ്ടും കാണാതായി. വീണ്ടും മാനിനെ അന്വേഷിച്ച് പല വഴികളിലൂടെ അദ്ദേഹം യാത്ര ചെയ്തു. അങ്ങനെ പോകുമ്പോൾ വഴി തെറ്റി. അങ്ങനെ കാട്ടിലൂടെ കുറേ ദൂരം നടന്നപ്പോൾ ഒരു മനോഹരമായ ഗാനം കേട്ടു. ആരോ ഒരാൾ ബീൻ മീട്ടി മനോഹരമായിട്ട് പാടുന്നു. അദ്ദേഹം ആ പാട്ട് കേട്ട് അവിടെ തന്നെ നിന്നു. പിന്നീട് ആരാണ് ഈ പാടുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കാട്ടിലൂടെ മുന്നോട്ട് നടന്നു. തൻ്റെ കുതിരയെ അവിടെ നിർത്തിയിട്ട് കുതിരയുടെ ശബ്ദം പോലും ആ സംഗീതത്തിന് തടസ്സം വരുത്തരുത് എന്ന് കരുതി നടക്കുമ്പോൾ പോലും കരിയിലകളോ ചുള്ളിക്കമ്പുകളോ ഒടിയാതെ ശ്രദ്ധിച്ചാണ് അദ്ദേഹം മുന്നോട്ട് നടന്നത്. അങ്ങനെ നടന്ന് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു മരച്ചുവട്ടിൽ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ഇരുന്ന് പാട്ട് പാടുന്ന അദ്ദേഹം കണ്ടു. ആ പാട്ട് കേട്ടുകൊണ്ട് കുറേ പെൺകുട്ടികൾ അവൾക്ക് ചുറ്റിനും ഉണ്ടായിരുന്നു. അവരെ ശല്യപ്പെടുത്താതെ ആ പാട്ട് കേട്ടുകൊണ്ട് അദ്ദേഹം കുറേ നേരം അവിടെ നിന്നു. അവൾ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം മുന്നോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ പെൺകുട്ടി, നിൻ്റെ പാട്ട് അതിമനോഹരമായിരിക്കുന്നു. ഇത്രയധികം നന്നായിട്ട് പാടുന്ന ഒരാളെ ഞാനിതുവരെ കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഇങ്ങനൊരു അപരിചിതനെ കണ്ടപ്പോഴേക്കും രൂപമതിയുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരെല്ലാം അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് കളഞ്ഞു. അവർ പേടിച്ചു പോയി. എന്നാൽ രൂപമതി പേടിച്ചൊന്നുമില്ല. അവൾ ധൈര്യത്തോടെ അവിടെ നിന്നു. തൻ്റെ പാട്ട് മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞ ഈ ആളോട് അവൾ നന്ദി പറഞ്ഞു. വളരെ വിനയത്തോടെ വളരെ താഴ്മയോടെ അവൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാനിവിടെ നിന്ന് വെറുതെ പാടിയെന്നേ ഉള്ളൂ. എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ സൃഷ്ടിച്ചൊരു പാട്ടാണ്. അത് അങ്ങേക്ക് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, നന്ദി. ഈ ബസ് ബഹാദൂർ പറഞ്ഞു, ഇത്ര മനോഹരമായൊരു പാട്ട് ഇങ്ങനെ ഒരു കാട്ടിലല്ല ഒഴുകി നടക്കേണ്ടത്, രാജകൊട്ടാരത്തിലാണ്. ഞാനിവിടുത്തെ സുൽത്താനാണ്. എൻ്റെ പേര് ബസ് ബഹാദൂർ. ഞാൻ നിന്നെ എൻ്റെ റാണിയാക്കി എൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളട്ടെ. നീ ഒരു രജപുത്ര പെൺകുട്ടിയാണെന്ന് എനിക്കറിയാം. നമ്മൾ രണ്ടുപേരും 2 മതസ്ഥരാണ്. എന്നാൽ പോലും
എനിക്ക് നിന്നെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നിനക്ക് എൻ്റെ കൂടെ വരാൻ സമ്മതമാണോ? ബാസ് ബഹാദൂറിൻ്റെ ഈ ചോദ്യം കേട്ട് രൂപമതി ലജ്ജിച്ച് തല താഴ്ത്തി. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് ബാസ് ബഹാദൂറിനെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ വളരെ മര്യാദയോടെ, വളരെ അടക്കത്തോടെ രൂപമതി പറഞ്ഞു, എൻ്റെ പിതാവ് ഇങ്ങനൊരു വിവാഹത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ 2 മതസ്ഥരാണ്. പക്ഷേ എനിക്ക് അങ്ങേ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. എന്നാലും അപ്പോഴും ഒരു തടസ്സമുണ്ട്. ഞാൻ രേവാ നദിയുടെ ആരാധികയാണ്. ഞാൻ രേവാ നദിയുടെ ഭക്തയാണ്. രേവാ നദിയെ വിട്ട് ഞാൻ മറ്റൊരു സ്ഥലത്തേക്കും പോവുകയില്ല. എന്നാണോ അങ്ങയുടെ കൊട്ടാരം ഇരിക്കുന്ന സ്ഥലത്തേക്ക് രേവാ നദി ഒഴുകി വരുന്നത്, അന്ന് ഞാൻ അങ്ങേ വിവാഹം കഴിക്കാൻ സമ്മതിക്കാം. അല്ലാതെ ഒരിക്കലും ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരികയില്ല. അപ്പോഴേക്കും ബാസ് ബഹാദൂറിനെ അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ വന്നിരുന്നു. വളരെ മടിയോടെ രൂപമതിയോട് യാത്ര പറഞ്ഞ് ബാസ് ബഹാദൂർ പോയി. അദ്ദേഹം പോകുന്നത് കണ്ട് ദൂരെ ഒളിച്ചിരിക്കുകയായിരുന്ന രൂപമതിയുടെ സുഹൃത്തുക്കൾ ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, വാ വേഗം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. നിൻ്റെ അടുത്തേക്ക് വന്നത് മാണ്ഡുവിലെ സുൽത്താനാണെന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ കുതിര ദൂരെ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. എന്തായാലും അദ്ദേഹം പോയല്ലോ, നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാം. അങ്ങനെ കൂട്ടുകാരോട് കൂടി രൂപമതി തൻ്റെ വീട്ടിലേക്ക് പോയി. എന്നാൽ അന്നു മുതൽ രൂപമതിക്ക് ഒരു സമാധാനവും ഇല്ലാതായി. ബാസ് ബഹാദൂറിൻ്റെ രൂപമതിയുടെ മനസ്സിൽ നിന്ന് പോയതേയില്ല. അവളെപ്പോഴും വിരഹത്തിൻ്റെ പാട്ടുകൾ പാടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ബാസ് ബഹാദൂർ തൻ്റെ ഒരു സുഹൃത്ത് വഴി രൂപമതിയുടെ സുഹൃത്തായ ചമ്പയുടെ കയ്യിൽ രൂപമതിക്ക് ഒരു കത്ത് കൊടുത്തു വിട്ടു. അതൊരു മനോഹരമായ കവിതയായിരുന്നു. രൂപമതിയെ കാണാതെ അദ്ദേഹം എത്രത്തോളം വിഷമിക്കുന്നുവെന്ന്, അവളെ കാണാത്തതിലുള്ള വിരഹ ദുഃഖം അദ്ദേഹത്തെ എത്രത്തോളം തപിപ്പിക്കുന്നുവെന്ന് ആ കവിതയിൽ അദ്ദേഹം എഴുതിയിരുന്നു. അത് വായിച്ചതോടെ രൂപമതിക്കും വലിയ വിഷമമായി. രൂപമതി എപ്പോഴും ഒറ്റയ്ക്കിരുന്ന് ബാസ് ബഹാദൂറിനെ പറ്റി ചിന്തിച്ചു. ഇത് രൂപമതിയുടെ അമ്മയ്ക്ക് മനസ്സിലായി. തൻ്റെ മകൾക്ക് എന്തോ മാറ്റം വന്നിട്ടുണ്ട്. അവൾക്ക് രാത്രിയിൽ ഉറക്കമില്ല. അവൾ മട്ടുപ്പാവിലിരുന്ന് പൂർണ്ണചന്ദ്രനെ നോക്കി നെടുവീർപ്പിടുന്നു. തോട്ടത്തിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്നു. എപ്പോഴും വിഷാദമാണ്. മകൾക്ക് എന്തു പറ്റി എന്ന് പലതവണ അവളോട് ചോദിച്ചിട്ടും രൂപമതി മറുപടിയൊന്നും പറയാഞ്ഞതുകൊണ്ട് രൂപമതിയുടെ അമ്മ അവളുടെ സുഹൃത്തായ ചമ്പയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കി. രൂപമതിയുടെ ഈ അവസ്ഥയിൽ ചമ്പയ്ക്കും വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ട് ചമ്പ രഹസ്യങ്ങളെല്ലാം ഈ അമ്മയോട് പറഞ്ഞു. രൂപമതി മാണ്ഡുവിലെ സുൽത്താനായ ബാസ് ബഹാദൂറുമായി പ്രണയത്തിലാണ്. അവരൊരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. രൂപമതിയുടെ അമ്മ വളരെ നയത്തിൽ താക്കൂർ താൻസിങ്ങിനോട് ഇക്കാര്യം അവതരിപ്പിച്ചു. വളരെ ക്ഷമയോടെ കേൾക്കണം എന്നൊക്കെ പറഞ്ഞതാണെങ്കിൽ പോലും ഈ വാർത്ത കേട്ടതോടെ അദ്ദേഹം വളരെയധികം കോപാകുലനായി. ഒരു രജപുത്ര പെൺകുട്ടിയായ രൂപമതി അന്യമതസ്ഥനായ ബാസ് ബഹാദൂറിനെ സ്നേഹിക്കുന്നത് ഒരിക്കലും അദ്ദേഹത്തിന് ക്ഷമിക്കാൻ പറ്റിയില്ല. വളരെയധികം അഭിമാനിയായിരുന്ന അദ്ദേഹം രൂപമതിയെ കൊല്ലാൻ തീരുമാനിച്ചു. രൂപമതിയെ ഉടൻ തന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് വിഷം കൊടുത്ത് കൊല്ലാനായിരുന്നു അദ്ദേഹം ആദ്യം നിശ്ചയിച്ചത്. രൂപമതിയുടെ അമ്മ അദ്ദേഹത്തിൻ്റെ കാൽ പിടിച്ച് പറഞ്ഞിട്ടും അദ്ദേഹം സമ്മതിച്ചില്ല. രൂപമതിയെ കൊല്ലാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. സേവകനെ വിളിച്ച് തൻ്റെ മകളെ കൊല്ലാൻ ഉടൻ തന്നെ കുറച്ച് വിഷം തയ്യാറാക്കാൻ പിതാവ് പറയുന്നത് കേട്ടിട്ട് ആകെ പരിഭ്രാന്തയായ രൂപമതിയുടെ അമ്മ ഉടൻ തന്നെ ക്ഷേത്രത്തിലേക്ക് പോയി അവിടുത്തെ പൂജാരിയോട് കാര്യം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് ഈ താക്കൂറിൻ്റെ അടുത്തേക്ക് വന്നു. താക്കൂറിനോട് ഈ പൂജാരി വന്ന് സംസാരിച്ചു. കാര്യമൊന്നും അറിയാത്തതുപോലെയാണ് പൂജാരി താക്കൂറിനോട് വന്ന് സംസാരിച്ചത്. അപ്പോൾ താക്കൂർ പറഞ്ഞു, എനിക്കിപ്പോൾ ആരോട് സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. എൻ്റെ മകൾ ഒരു സുൽത്താനുമായിട്ട് പ്രണയത്തിലായിരിക്കുന്നു. അന്യമതസ്ഥനുമായിട്ട് എൻ്റെ മകൾ വിവാഹം കഴിച്ചിട്ട് ഞാൻ പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് ഞാൻ ഉടൻ തന്നെ അവളെ കൊല്ലാൻ പോവുകയാണ്. അപ്പോൾ ഈ പൂജാരി പറഞ്ഞു, ശരി, കൊല്ലുന്നതൊക്കെ നല്ല കാര്യമാണ്. നമ്മുടെ വംശത്തിൻ്റെ അഭിമാനം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ വസന്തോത്സവം നടക്കുകയാണ്. ഈ സമയത്ത് ഒരു കൊലപാതകം നന്നല്ല. പ്രത്യേകിച്ചും നമ്മളുടെ മക്കളെ ഈ സമയത്ത് കൊല്ലുന്നത് ശരിയല്ല. അതുകൊണ്ട് ഉത്സവം കഴിയുന്നത് വരെ ഈ കൊലപാതകം ഒന്ന് മാറ്റിവെക്കണം, അവളെ കൊല്ലരുത്. അപ്പോൾ തൻ്റെ രോഷം കുറച്ചൊന്ന് കുറഞ്ഞ താക്കൂർ ഈ പൂജാരി പറഞ്ഞതുപോലെ കേൾക്കാം എന്ന് സമ്മതിക്കുകയും ഉടനെ രൂപമതിയെ കൊല്ലേണ്ടതെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അദ്ദേഹം ഉടൻ തന്നെ രൂപമതിയെ വീട്ടു തടങ്കലിലാക്കാൻ ആജ്ഞാപിച്ചു. അവളെ മുറിക്ക് പുറത്തിറങ്ങാനോ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനോ അദ്ദേഹം സമ്മതിച്ചില്ല. 2 കാവൽക്കാർ എപ്പോഴും രൂപമതിയുടെ മുറിയുടെ വാതിക്കൽ കാവലുണ്ടായിരുന്നു. അവൾക്ക് തൻ്റെ അമ്മയോ കൂട്ടുകാരെയോ ഒന്നും കാണാനോ അവരോട് സംസാരിക്കാനോ ഒന്നും അനുവാദം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം രാത്രി രൂപമതി ഒരു സ്വപ്നം കണ്ടു. രാത്രിയിൽ രേവാ നദി ഒരു അതിസുന്ദരിയായ സ്ത്രീയുടെ വേഷത്തിൽ അവളുടെ അടുത്ത് വരുന്നതായിരുന്നു അവളുടെ സ്വപ്നം. അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട്, മകളെ, ഞാൻ രേവയാണ് എന്ന് ആ സ്ത്രീ അവളോട് പറഞ്ഞു. നീ ഒട്ടും വിഷമിക്കേണ്ട. നീ എക്കാലത്തും എൻ്റെ ഭക്തിയാണ് എന്നെനിക്കറിയാം. ഇത്ര ദുഃഖകരമായൊരവസ്ഥയിലും നീ ഒറ്റയ്ക്കിരിക്കുമ്പോഴും എന്നെപ്പറ്റിയുള്ള പാട്ടുകൾ പാടാറുണ്ടെന്ന് എനിക്കറിയാം. ജനാലയിലൂടെ
നീ എന്നെ മാത്രമാണ് കാണുന്നതെന്നും നീ എന്നോടാണ് നിൻ്റെ ദുഃഖങ്ങൾ പറയുന്നതെന്നും എനിക്കറിയാം. അപ്പോൾ രൂപമതി ദേവിയോട്, ദേവി എന്നെ രക്ഷിക്കണേ, ഞാനിവിടെ വീട്ടുതടങ്കലിലാണ്, എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും എന്ന് ചോദിച്ചു. മാത്രമല്ല എനിക്ക് ബാസ് ബഹാദൂർ എന്ന സുൽത്താനെ ഇഷ്ടമാണ്, അദ്ദേഹത്തിനെ വിവാഹം കഴിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകണമെന്നെനിക്കുണ്ട്. അപ്പോൾ ദേവി പറഞ്ഞു, നീ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട, ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ചൊല്ലി നീ ഒട്ടും വേവലാതിപ്പെടേണ്ട. ബാസ് ബഹാദൂർ നിന്നെ കൊണ്ടുപോകാൻ വരികയാണെങ്കിൽ നീ അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റൊന്നും ആലോചിക്കാതെ മാണ്ഡുവിലേക്ക് പോയിക്കൊള്ളൂ. ഞാൻ നിന്നെ തേടി മാണ്ഡുവിലേക്ക് വന്നോളാം. അവിടെ കൊട്ടാരത്തിനടുത്തായിട്ട് ഒരു കാട്ടിൽ ഒരു വലിയ പുളിമരമുണ്ട്. ആ പുളിമരത്തിൻ്റെ ചുവട്ടിൽ ഞാൻ നിനക്ക് വേണ്ടി വരും. അവിടെ ഒരു ചെറിയ അരുവിയായിട്ട് ഞാൻ ഉത്ഭവിക്കും. അവിടെ നിന്നുകൊണ്ട് നിനക്ക് എന്നും എന്നെ കാണാൻ പറ്റും, നീ എന്നെ പിരിയുകയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ദേവി അപ്രത്യക്ഷയായി. താൻ കണ്ടത് സ്വപ്നമാണോ അല്ലയോ എന്ന് പോലും രൂപമതിക്ക് പിറ്റേന്ന് മനസ്സിലായില്ല. എന്തായാലും ദേവിയോടുള്ള ഭക്തി രൂപമതി ഒരിക്കലും മാറ്റിവെച്ചില്ല. അവൾ അവിടെ കിടന്നുകൊണ്ട് ബാസ് ബഹാദൂറിനെയും ദേവിയെയും പറ്റി പല പാട്ടുകൾ ഉണ്ടാക്കുകയും ജനാലയിലൂടെ നദിയിലേക്ക് നോക്കി നിന്നുകൊണ്ട് പാടുകയും ചെയ്തു. മാണ്ഡുവിൽ ബാസ് ബഹാദൂർ രൂപമതി തടവിലാണെന്ന് അറിഞ്ഞിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ധർമ്മപുരിയിലേക്ക് തൻ്റെ സൈന്യവുമായിട്ട് ബാസ് ബഹാദൂർ വരികയും അവിടുത്തെ രജപുത്രരോട് യുദ്ധം ചെയ്യുകയും ചെയ്തു. സുൽത്താൻ ഇങ്ങനെ യുദ്ധം ചെയ്യാൻ വരുമെന്ന് ധർമ്മപുരിയിലുള്ളവർ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ട് അപ്രതീക്ഷിതമായ യുദ്ധത്തിൽ അവർ വളരെ പെട്ടെന്ന് തോറ്റുപോയി. യുദ്ധത്തിൽ വിജയിച്ച ബാസ് ബഹാദൂർ രൂപമതിയുടെ കൊട്ടാരത്തിൽ വരികയും രൂപമതിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. രൂപമതിയെ സ്വന്തമാക്കിയതിന് ശേഷം അവളുടെ പിതാവിനെ തടവിൽ നിന്ന് മോചിപ്പിച്ച ബാസ് ബഹാദൂർ അദ്ദേഹത്തിനോട് മാപ്പ് കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ മകളെ താൻ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ രൂപമതിയെയും കൊണ്ട് മാണ്ഡുവിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ബാസ് ബഹാദൂറിനൊപ്പം രൂപമതി മാണ്ഡുവിലെത്തി. മാണ്ഡുവിലെ ജനങ്ങൾ വളരെ സന്തോഷത്തോടെ ബാസ് ബഹാദൂറിനെയും രൂപമതിയെയും സ്വീകരിച്ചു. എന്നാൽ അവിടെ എത്തിയെങ്കിലും വിവാഹത്തിന് രൂപമതി തയ്യാറായില്ല. അവൾക്ക് രേവാ നദിയെ എന്നും തൊഴണമായിരുന്നു, എന്നും കാണണമായിരുന്നു. താൻ കണ്ട സ്വപ്നത്തെപ്പറ്റി രൂപമതി ബാസ് ബഹാദൂറിനോട് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒരു കുതിരപ്പുറത്ത് ഈ പുളിമരം അന്വേഷിച്ച് യാത്ര ചെയ്തു. നാട്ടിലെ മിക്കവാറും എല്ലാ താഴ്വരകളിലൂടെയും അവർ കുതിര ഓടിച്ചു പോയി. അങ്ങനെ വലിയൊരു മലയുടെ താഴ്വരയിൽ ഒരു വലിയ പുളിമരത്തിൻ്റെ ചുവട്ടിലായിട്ട് ദേവി ഒരു ചെറിയ അരുവിയായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് രൂപമതി കണ്ടുപിടിച്ചു. മാത്രമല്ല ആ മലമുകളിൽ നിന്ന് നോക്കിയാൽ ദൂരെ നർമ്മദ ഒഴുകുന്നത് കാണാനും പറ്റുമായിരുന്നു. ആ സ്ഥലത്ത് ബാസ് ബഹാദൂർ രൂപമതിക്ക് വേണ്ടി വലിയൊരു കൊട്ടാരം പണി കഴിപ്പിച്ചു. ആ കൊട്ടാരത്തിൽ നിന്ന് നോക്കിയാൽ ദൂരെ നർമ്മദാ നദി ഒഴുകുന്നത് കാണാൻ പറ്റുമായിരുന്നു, രേവാ നദി. പിന്നീടാണ് അദ്ദേഹം രൂപമതി വിവാഹം കഴിച്ചത്. രൂപമതി താമസിച്ചത് ആ പുതുതായിട്ട് പണി കഴിപ്പിച്ച കൊട്ടാരത്തിലാണ്. ആ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്നാൽ അവൾക്ക് എല്ലാ ദിവസവും നദിയെ കാണാൻ പറ്റുമായിരുന്നു. നദിക്ക് വേണ്ടി അവളുടെ പാട്ടുകൾ പാടാൻ പറ്റുമായിരുന്നു. ആ കൊട്ടാരത്തിൽ താമസിച്ചുകൊണ്ടാണ് രൂപമതി തൻ്റെ ഏറ്റവും മഹത്തരങ്ങളായ കവിതകൾ എഴുതിയതും ഏറ്റവും മനോഹരങ്ങളായ പാട്ടുകൾ പാടിയതും. എന്തെങ്കിലും കാര്യങ്ങൾക്ക് ബാസ് ബഹാദൂർ രാജ്യത്തിന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ തൻ്റെ വിരഹത്തെപ്പറ്റിയും ബാസ് ബഹാദൂർ തൻ്റെ കൂടെയുള്ളപ്പോൾ അദ്ദേഹം തൻ്റെ കൂടെയുള്ളതിൻ്റെ സന്തോഷത്തെപ്പറ്റിയും തൻ്റെ മട്ടുപ്പാവിൽ ഇരുന്ന് നോക്കുമ്പോൾ വെള്ളി നിറത്തിലെ ഒരു കൊലുസ് പോലെ കാണപ്പെടുന്ന രേവാ നദിയെപ്പറ്റിയുമൊക്കെ രൂപമതി മനോഹരങ്ങളായ കവിതകൾ എഴുതി. ആ കവിതകൾ തൻ്റെ വീൺമീട്ടി അവൾ മനോഹരമായിട്ട് പാടുകയും ചെയ്തു. ആ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി മാത്രമായിരുന്നു ബാസ് ബഹാദൂറിൻ്റെ പിന്നീടുള്ള ജീവിതം. തൻ്റെ ഭരണകാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കുറഞ്ഞു. രൂപമതിയുടെ സൗന്ദര്യവും അവളുടെ മനോഹരമായ പാട്ടുകളും മാത്രമായി ബാസ് ബഹാദൂറിൻ്റെ ശ്രദ്ധ. അവരൊരുമിച്ചുള്ള ജീവിതം സ്വപ്നതുല്യമായിരുന്നു. എന്നാൽ രൂപമതിയുടെ പാട്ടിനെ പറ്റിയും അവളുടെ സൗന്ദര്യത്തെപ്പറ്റിയുമുള്ള വാർത്തകൾ അക്കാലത്ത് ഡൽഹി സുൽത്താനായിരുന്ന അക്ബറിൻ്റെ ചെവിയിലും എത്തി. മാണ്ഡു ഭരിച്ചിരുന്ന അഫ്ഗാനിയായ ബാസ് ബഹാദൂറിനെ തോൽപ്പിച്ചിട്ട് മാണ്ഡു പിടിച്ചെടുക്കണമെന്ന് വളരെ കാലമായിട്ട് അക്ബർ വിചാരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തൻ്റെ സൈന്യാധിപനായ ആദം ഖാനെ വിളിച്ചിട്ട് ഉടൻ തന്നെ മാണ്ഡുവിലേക്ക് പോകാൻ അക്ബർ ആജ്ഞാപിച്ചു. അങ്ങനെ ആദം ഖാൻ തൻ്റെ വലിയ സൈന്യവുമായിട്ട് മാണ്ഡുവിലേക്ക് വന്നു. ഇങ്ങനെ ഒരു പടപ്പുറപ്പാട് ബാസ് ബഹാദൂർ പ്രതീക്ഷിച്ചിരുന്നതേയില്ല. സൈന്യം രാജ്യത്തിന് വളരെ അടുത്തെത്തിക്കഴിഞ്ഞപ്പോഴാണ് ബാസ് ബഹാദൂർ ഇതിനെപ്പറ്റി അറിഞ്ഞത് തന്നെ. യുദ്ധം വരുന്നു എന്നറിഞ്ഞ രൂപമതി ബാസ് ബഹാദൂറിനോട് മുഗൾ സൈന്യം അടുത്തെത്തി അങ്ങ് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ചോദിച്ചു. ബാസ് ബഹാദൂർ പറഞ്ഞു, സൈന്യം അടുത്തെത്തി എന്ന് കണ്ടാൽ പിന്നെ യുദ്ധം ചെയ്യാതെ മറ്റു മാർഗമില്ലല്ലോ, ഞാൻ യുദ്ധത്തിനായി പോവുകയാണ്. രൂപമതി വളരെ ധൈര്യത്തോടെ ഒരു യഥാർത്ഥ രജപുത്ര സ്ത്രീ എങ്ങനെയാണോ തൻ്റെ ഭർത്താവിനെ യുദ്ധത്തിനയക്കുന്നത് അതുപോലെ ബാസ് ബഹാദൂറിനെ യുദ്ധത്തിനയച്ചു. രൂപമതിയോട് വളരെ വിഷമത്തോടെ യാത്ര പറഞ്ഞ് അദ്ദേഹം യുദ്ധത്തിന് പോയി.
മാണ്ഡുവിലെ സൈന്യം വളരെ ചെറിയൊരു സൈന്യമായിരുന്നു. മുഗൾ സൈന്യം പോലെ വളരെ വിപുലമായ ഒന്നായിരുന്നില്ല അത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അവർ യുദ്ധത്തിൽ തോൽക്കുകയും ബാസ് ബഹാദൂർ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. വിജയിയായ ആദം ഖാൻ മാണ്ഡുവിലെ കൊട്ടാരത്തിലെത്തി. രൂപമതിയെ കാണണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. രൂപമതിയുടെ സംഗീതത്തെപ്പറ്റിയും അവളുടെ സൗന്ദര്യത്തെപ്പറ്റിയും കേട്ടിട്ടുണ്ടെന്നും ഉടൻ തന്നെ രൂപമതി തൻ്റെ മുന്നിൽ ഹാജരാകണം എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ സന്ദേശം കൊണ്ടുവന്ന ആളോട് രൂപമതി ആദം ഖാനോട് വൈകിട്ട് വരെ കാത്തിരിക്കാൻ ആവശ്യപ്പെടാൻ പറഞ്ഞു. അങ്ങനെ ആദം ഖാൻ അന്ന് വൈകിട്ട് രൂപമതിയെ കാണാം എന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നു. തൻ്റെ ഭർത്താവിൻ്റെ വിയോഗ വാർത്തയാൽ ഭക്ഷണവും വെള്ളവും ഒന്നും കുടിക്കാതെ തളർന്നു കിടക്കുകയായിരുന്നു അതുവരെ രൂപമതി. എന്നാൽ ആദം ഖാൻ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് കേട്ടപ്പോൾ രൂപമതി എഴുന്നേറ്റിരിക്കുകയും തൻ്റെ അഴിഞ്ഞുളിഞ്ഞു കിടന്ന മുടിയൊക്കെ കെട്ടിവെച്ച് വളരെ മനോഹരമായിട്ട് വസ്ത്രധാരണമൊക്കെ ചെയ്യുകയും ചെയ്തു. രൂപമതി അന്ന് വൈകിട്ട് കാണാൻ വരുന്നുണ്ട് എന്ന വാർത്ത അറിഞ്ഞ ആദം ഖാൻ വളരെ ആകാംക്ഷയോടെ രൂപമതിയെ കാണാൻ കാത്തിരുന്നു. രൂപമതിയാണെങ്കിൽ ഒരു വധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങി. ഒരുങ്ങുന്ന നേരം അത്രയും അവൾ ബാസ് ബഹാദൂറിനെ പറ്റിയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം തൻ്റെ ബീൻ എടുത്തിട്ട് അവൾ ഒരു വിഷാദ ഗാനം ആലപിച്ചു. ഇണയെ നഷ്ടപ്പെട്ട ഒരു കിളിയുടെ ദുഃഖത്തെപ്പറ്റിയായിരുന്നു ആ പാട്ട്. മാണ്ഡുവിലെ കൊട്ടാരത്തിൻ്റെ പരിസരം മുഴുവൻ ആ പാട്ടിൻ്റെ ധ്വനികൾ അലയടിച്ചു. ആദം ഖാൻ ഇരുന്നിരുന്ന കൊട്ടാരത്തിൽ പോലും ആ സംഗീതം എത്തിച്ചേർന്നു. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നില്ല. അദ്ദേഹം തൻ്റെ വിജയം ആഘോഷിക്കുകയായിരുന്നു. അപ്പോൾ മദ്യപിച്ചും നൃത്തങ്ങൾ കണ്ടും തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ആടിപ്പാടിയും അദ്ദേഹം മാണ്ഡുവിലെ കൊട്ടാരത്തിലിരുന്നു. കുറച്ചപ്പുറത്തുള്ള അന്തഃപുരത്തിൽ നിന്ന് ഇരുട്ടിലൂടെ ഒഴുകി അങ്ങോട്ടേക്കെത്തിയ രൂപമതിയുടെ പാട്ടുകൾ അവരുടെ ആഘോഷത്തിമർപ്പിൽ മുങ്ങിപ്പോയി. അവരാരും അത് കേട്ടില്ല. പാട്ടെല്ലാം പാടിക്കഴിഞ്ഞതിന് ശേഷം രൂപമതി ഒരു വലിയ രത്നക്കല്ലെടുത്ത് അത് നന്നായിട്ട് പൊടിച്ചിട്ട് തൻ്റെ വായിലേക്കിട്ട് വെള്ളം കുടിച്ചു. അത് വിഴുങ്ങിക്കളഞ്ഞു. അതിനുശേഷം തൻ്റെ കട്ടിലിൽ പോയി കിടന്നു. കുറേ നേരമായിട്ടും രൂപമതി വരാഞ്ഞപ്പോൾ അവരെ അന്വേഷിച്ച് അവളുടെ അന്തഃപുരത്തിലേക്ക് ആദം ഖാൻ എത്തി. കിടക്കയിൽ അതിസുന്ദരിയായിട്ട് ഉറങ്ങിക്കിടക്കുന്ന രൂപമതിയെ കണ്ട് അദ്ദേഹം പരിഭ്രമിച്ചു പോയി. ഇത്രയധികം സൗന്ദര്യം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നതേയില്ല. എന്നാൽ അടുത്ത് ചെന്നപ്പോഴാണ് രൂപമതി മരിച്ചു കിടക്കുകയാണ് എന്ന് ആദം ഖാന് മനസ്സിലായത്. ആദം ഖാൻ രൂപമതിയുടെയും ബാസ് ബഹാദൂറിൻ്റെയും ശവശരീരങ്ങൾ അടുത്തടുത്താണ് അടക്കിയത്. സാരംഗ്പൂർ എന്ന സ്ഥലത്താണ് അവരുടെ ശവകുടീരങ്ങളുള്ളത്. ഇപ്പോഴും ആൾക്കാർ പറയാറുള്ളത് ആ സ്ഥലത്ത് ചെന്നിട്ട് ആരെങ്കിലും രൂപമതി എന്ന് വിളിച്ചാൽ ബാസ് ബഹാദൂർ എന്നാണ് അതിൻ്റെ പ്രതിധ്വനി കേൾക്കുന്നതെന്നാണ്. ബാസ് ബഹാദൂർ എന്ന് വിളിച്ചാൽ രൂപമതി എന്നാണ് പ്രതിധ്വനി കേൾക്കാറ്. മധ്യപ്രദേശിൽ ഇവരെ രണ്ടുപേരെയും പറ്റിയുള്ള ഒരുപാട് നാടോടി ഗാനങ്ങളും കഥകളും ഇപ്പോഴും പ്രചാരത്തിലുണ്ട്. അപ്പോൾ ഇതാണ് രൂപമതിയുടെ കഥ. രൂപമതിക്ക് രേവാ നദിയെ കാണാൻ വേണ്ടിയിട്ട് ബാസ് ബഹാദൂർ നിർമ്മിച്ച കൊട്ടാരം ഇപ്പോഴും മധ്യപ്രദേശിലുണ്ട്. ഒരുപാട് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണതിപ്പോൾ. അപ്പോൾ ഇഷ്ടമായ രൂപമതിയുടെ കഥ അടുത്ത ദിവസം.